പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 25 GK ക്വസ്റ്റ്യൻസ് ആണ്. തിരഞ്ഞെടുത്ത GK ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് നിങ്ങളെല്ലാവരും പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലൂയി പാസ്റ്റർ. കമ്പ്യൂട്ടർ മേഖലയിലെ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ട്യൂറിംഗ് പുരസ്കാരം. കമ്പ്യൂട്ടർ മേഖലയിലെ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ട്യൂറിംഗ് പുരസ്കാരം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ആര്? ജാക്കസ് ഡ്രൈസെ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ജാക്കസ് ഡ്രൈസെ. റോളിംഗ് പ്ലാൻ എന്ന പേരിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. റോളിംഗ് പ്ലാൻ എന്ന പേരിൽ വാർഷിക പദ്ധതി നടപ്പാക്കിയ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് എന്ന്? 2014 സെപ്റ്റംബർ 25-നാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം എന്താണ്? സിംഹം. സിംഹമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്ന്? സോവിയറ്റ് യൂണിയൻ. റഷ്യയില സോവിയറ്റ് യൂണിയനിലാണ്. ഇന്നത്തെ റഷ്യയാണ് സോവിയറ്റ് യൂണിയൻ. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏതാണ്? കഥകളി. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കലയാണ് കഥകളി. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഹോമി ജെ ഭാഭ. ഗംഗാ നദിയെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി നടപ്പാക്കിയ പദ്ധതി ഏത്? ഗംഗാ നദിയെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി നടപ്പാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാമനാഥ് ഗോയങ്കെ. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ സ്ഥാപകനാണ് രാമനാഥ് ഗോയങ്കെ. അസ്ഥികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓസ്റ്റിയോളജി. കേരളത്തിലെ ആദ്യ അമൃത് നഗരം പാലക്കാട്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠ സ്വാമികൾ. കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണ്? പെരിയാർ. കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ഇന്ത്യയിൽ സാമൂഹ്യ വികസന പദ്ധതി നിലവിൽ വന്നത് എന്ന്? 1952 ഒക്ടോബർ 2-നാണ് സാമൂഹ്യ വികസന പദ്ധതി ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു? 5-ാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം വന്നത്. ഏത് പ്രധാനമന്ത്രിയായിരുന്നു അന്നത്തെ? ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത്.
അപ്പോൾ ഇതോടെ 25 ക്വസ്റ്റ്യൻസും തീർന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത GK ക്വസ്റ്റ്യനുമായി വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.